ഹായ് ഓൾ, വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. സോഹോ പേറോളിൻ്റെ ഈ ഒരു സെഷനിൽ നമ്മൾ ഒരു എംപ്ലോയിൻ്റെ എക്സിറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് സോഹോ പേറോൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഏതെങ്കിലും ഒരു എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എംപ്ലോയീസിൽ വരിക, ആ ഒരു എംപ്ലോയിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇനിഷ്യേറ്റ് എക്സിറ്റ് പ്രോസസ്സ് എന്ന് കാണാനായിട്ട് പറ്റും. ആ ഒരു ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇവരുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്നായിരുന്നു എന്നാണ് കൊടുക്കുന്നത്. അപ്പം ജൂൺ 15th ആയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ജൂൺ 15 എന്നുള്ളത് കൊടുക്കുന്നു. അടുത്തത് റീസൺ ഫോർ എക്സിറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ ഒരു റെസിഗ്നേഷൻ ആണെങ്കിൽ റിസൈൻ ബൈ എംപ്ലോയി എന്നുള്ളത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ, വെൻ ഡു യു വാണ്ട് ടു സെറ്റിൽ ദ ഫൈനൽ പേ ആസ് പെർ ദ റെഗുലർ പേ ഷെഡ്യൂൾ, പേ ഓൺ എ ഗീവൻ ഡേറ്റ്. നമ്മൾ നോർമലായിട്ട് ഒരു പേ ഷെഡ്യൂളിലാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതല്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ എംപ്ലോയിനെ ഫൈനൽ സെറ്റിൽമെന്റ് പോലെ വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫൈനൽ സെറ്റിൽമെന്റ് ഡേറ്റ് കൊടുക്കാം. ഇപ്പം നമ്മൾ ജൂൺ 15th ആണ് ഞാൻ കൊടുക്കുന്നത്. ജൂൺ 15th നമ്മൾ ഈ എംപ്ലോയിന്റെ ഫൈനൽ എമൗണ്ട് അവർക്ക് കൊടുത്ത് അവരെ സെറ്റിൽമെന്റ് കംപ്ലീറ്റ് ചെയ്തുവെങ്കിൽ നമ്മൾക്ക് ഈ ഓപ്ഷൻ കൊടുത്തിട്ട് പ്രോസസ്സ് കൊടുക്കാം. അതേ സമയത്ത് നമ്മൾ പേ ആസ് പെർ ദ റെഗുലർ പേ ഷെഡ്യൂൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിന്റെയും പേ റൺ ചെയ്യുന്നതിന്റെ കൂടെ ഇവരുടെ സാലറിയും കൂടെ വരും. ഇവർ വർക്ക് ചെയ്ത ഡേയ്സ് പ്രപ്പോർഷനേറ്റ് ആയിട്ട് ആ സാലറി കൂടെ വന്നാൽ നമുക്ക് അതിലായിരിക്കും അവരുടെ പേ റൺ ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം ഇപ്പം ഞാൻ ഈ ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, പേ ഓൺ എ ഗിവൻ ഡേറ്റ് എന്നുള്ളത്. ദെൻ പ്രൊസീഡ് കൊടുക്കുന്നു, യെസ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ സൺഡേ ആണ് ബൈ മിസ്റ്റേക്ക് ചൂസ് ചെയ്ത് പോയത്, അതുകൊണ്ടാണ് ഇറർ വന്നത്. അപ്പം ഞാൻ 16th കൊടുക്കുകയാണ്, മൺഡേ. ദെൻ പ്രൊസീഡ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ യെസ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പം ഇനി നമ്മൾക്ക് പേ റണ്ണിൽ പോയി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫൈനൽ സെറ്റിൽമെന്റ് പേറോൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു എംപ്ലോയിന്റെ മാത്രം എമൗണ്ട് വന്ന് കിടക്കുന്നുണ്ടാവും. എക്സിറ്റ് പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പം ഫൈനൽ സെറ്റിൽമെന്റ് പേറോൾ ആയിട്ട് ഇതുപോലെ വന്ന് കിടക്കും. അവർക്ക് എത്ര ദിവസമാണോ പേയബിൾ ഡേയ്സ് ഉള്ളത് അതിനനുസരിച്ച് എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അലോക്കേറ്റ് ആവും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇനി സബ്മിറ്റ് ആൻഡ് അപ്രൂവ് എന്നുള്ളത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു പേയ്മെന്റും റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നാണോ നമ്മൾ ഈ ഫൈനൽ പേയ്മെന്റ് കൊടുക്കുന്നത് അതിവിടെ റെക്കോർഡ് പേയ്മെന്റ് കൊടുത്തിട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് സെലക്ട് ചെയ്ത് കൺഫേം കൊടുക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ഫൈനൽ പേയ്മെന്റും അവിടെ റെക്കോർഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ എംപ്ലോയിയിൽ പോയിട്ട് ആക്റ്റീവ് എംപ്ലോയി അല്ല ഓൾ എംപ്ലോയീസ് എടുക്കുക. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ആതിര എന്നുള്ളതിന്റെ സ്റ്റാറ്റസ് റിസൈൻഡ് ആയിട്ട്. ഇവിടെ നമുക്ക് എക്സിറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എക്സിറ്റ് ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും.